എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് DC. ലോകേഷ് കനകരാജ് നായകനാവുന്ന സിനിമയാണ്. ആദ്യത്തെ സിനിമ. അരുൺ മതേശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വാമിക ഗബ്ബിയാണ് നായിക. സൺ പിക്ചേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധ്. എന്താണെങ്കിലും സിനിമയുടെ ഒരു സിംഗിൾ എന്ന് പറയുന്നത് ഗ്ലിംസ് പുറത്തു വന്നിട്ട് അത് തെറ്റില്ല. സിംഗിൾ ആണല്ലോ. സിംഗിൾ ആയതുകൊണ്ട് അങ്ങനെ വരുള്ളൂ. എന്ത് ചെയ്യാനാ, വലിയ ഹോപ്പ് എന്നൊക്കെ നെഞ്ചത്ത് എഴുതി വന്നിരിക്കുക. ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. വാലന്റൈൻസ് ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ. ഞാന് റെഡ് ഇട്ടത് അത് കണ്ടിട്ടല്ല കേട്ടോ. അത് കണ്ടിട്ടല്ല, വേറെന്താ കണ്ടിട്ടാ. എന്തായാലും ഒരുപാട് ഹോപ്പുമായിട്ട് വീണ്ടും പ്രതീക്ഷയുടെ ഒരു ദിവസം കൂടി കടന്നു പോകുന്നു. നമുക്ക് ഇന്ന് ശനിയാഴ്ച, അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്താ പറയാ, കൊറേ പ്രതീക്ഷകളുമായിട്ട് മറ്റൊരു ദിവസം, അല്ലാണ്ട് ഇപ്പൊ കൂടുതൽ ഇതിനകത്തൊന്നുമില്ല. ആർക്ക്? എനിക്കാ സിംഗിൾ ഡാ. വിഷമൊക്കെ ഇത് കഴിഞ്ഞിട്ട് കരഞ്ഞാ പോരെ. എന്തിനാ ഇവിടെ ഇത് ചോദിക്കണേ? ഓക്കെ, എന്തായാലും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ട്രീറ്റ് ആയിരിക്കാം മേ ബി ഈ ഗ്ലിംസ്. ആയിരിക്കും. എന്തായാലും ആ രീതിയിലുള്ള പരിപാടി തന്നെ ആയിരിക്കാം. പിന്നെ ലവ് ട്രാക്ക് ആണല്ലോ സിനിമ, അപ്പൊ പിന്നെ എന്താണെങ്കിലും അതിന്റെ സംഭവം തന്നെ ആയിരിക്കും. അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ല അന്ന് വന്നത്, അനൗൺസ്മെന്റ് വീഡിയോ അതിലല്ലേ. ശരിയാ, കോണ്ടം ലെവൽ, കോണ്ടത്തിന്റെ ആട് പോലത്തെ ഒരു സാധനം വന്നത് അല്ലേ ഇതിനകത്ത് വന്ന മറ്റേ സാധനമാണ്. മറ്റേ ഭ്രമയുഗത്തില് മുറുക്കിയിട്ട്, അല്ല ഭ്രമയുഗത്തിലല്ല, പാണ്ടിപ്പടയിൽ മുറുക്കിയിട്ട് തുപ്പുന്നില്ലേ, അത് തന്നെ. അതായത് വാമിക ഗബ്ബി ഇതിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ. യെസ്, എന്തായാലും DC സിനിമയുടെ ഗ്ലിംസ് വീഡിയോ എന്താവുന്നുള്ളത് കണ്ടറിയാം. ട്രോളാകോ അതോ ഗംഭീരാകോ എന്നുള്ളത് നോക്കാം. ഇതിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്, പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ. കൈതീറ്റു എന്ന് പറഞ്ഞടാ. കൈതീറ്റു അടുത്തത് കൈതീറ്റു ആണ്. കിട്ടും. എന്തായാലും ഞങ്ങളുടെ ആളാണ് ലോകേഷ് കനകരാജ്, അതുകൊണ്ട് തന്നെ ആ ഒരു പറയണ്ട കേട്ടോ, നിന്റെ ആളാണെന്നുള്ളത്. അല്ല, നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ വിമർശിക്കണം, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പറ്റിക്കാൻ പാടുണ്ടോ? അല്ല പിന്നെ. അപ്പൊ എന്തായാലും ഗ്ലിംസ് വീഡിയോ കാണാം. 1:38 അത്യാവശ്യമുണ്ട്. കാണാം. കലാനിധി മാരൻ പ്രസൻസ്. മൈക്കിൽ പാട്ട് പാടാൻ വരുന്ന റബ്ബർ പന്ത് അല്ലേ, വാമിക ഗബ്ബെ, ചന്ദ്ര, അതാണ് ഈ DCയിലെ C. ദേവദാസ്, അതാണ് D ആൻഡ് C. ആള് മാറി. അവിടെ സിഗരറ്റ് വെച്ചു, ഇവിടെ കത്തിച്ചു. ഇതാണ് നമ്മളന്ന് കണ്ടത്. Wishing you a bloody Valentine. ആള് പിറകോട്ട് കേട്ടോ. ശരി, രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ് അല്ലേ. ശരി, ഒന്ന് തകർക്കും. സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ച്. ഇത് ട്രോളാണ് സാധനമല്ലല്ലോ. അതാ പറഞ്ഞത്, കിടലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മറ്റേ സിനിമയല്ലേ, നമ്മുടെ മലയാളത്തിലൊരു സിനിമയില്ലേ ഇതേപോലത്തെ ഒരു ആ ഒരു സാധനം വൈബ് വന്നില്ലേ, ആനീനെയും കൊണ്ട് പോണില്ലേ, രക്ഷപ്പെടുത്തി കൊണ്ടുപോണേ. മുംബൈന്ന് രക്ഷപ്പെടുത്തി. അത് മറ്റേ യാത്രയാണല്ലോ ഫുള്ള്, അങ്ങനത്തെ ഒരു സംഭവം. അതൊരു 1.5 പടാ. ഇത് വേറെ ലെവലാ. അത് അങ്ങനെ മലയാളത്തിൽ നിന്നൊരു സാധനം, അതിന്റെ കുറച്ചും കൂടി എന്താ പറയാ ഭീകര വേഷം, അതായത് കൊല വിളിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ആ സാധനം എന്താ ഇങ്ങനെ കഴുത്തിറക്കുന്നത്,
ഒന്നാമത് ലോകേഷ് ചെയ്യുന്ന സിനിമകളൊക്കെ ഈ ഒരു വകുപ്പിലുള്ള സാധനങ്ങളാണ്. ആൾ അഭിനയിക്കുന്നത് ഇപ്പൊ അത് തന്നെ അല്ലേ. പക്ഷെ ഈ ലെവലിൽ ആള് പിടിച്ചിട്ടില്ല. ഇല്ല അല്ല ഇത്രയ്ക്കും വന്നിട്ടില്ല. ഈ അറുത്ത് ഇങ്ങനെ പറയുന്നത് അതാ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ കണ്ടിന്യൂ സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ച് ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. സർട്ടിഫിക്കറ്റിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്, കൂലി കിട്ടിയിട്ടുണ്ട്. ലോകേഷ് പിടിക്കാത്ത സാധനം എന്നല്ല, പക്ഷെ അത് കരിയിച്ച് കളഞ്ഞ കോമഡിക്കാണ് കിട്ടിയത് സർട്ടിഫിക്കറ്റ്. ഇതാരും കാണരുത് പറഞ്ഞിട്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ. അതെ, ഇത് കിടലിനായിട്ട് കത്താള. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് അനൗൺസ്മെന്റ് വീഡിയോ വന്നപ്പോ ട്രോളിയോ മാർക്കറ്റൊക്കെ ഉള്ള ചെയ്ത്താണിത്. ഞാനില്ല അതിനകത്ത്. ഞാൻ അന്നും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ കളിയാക്കൂല. കിടില സാധനം. ആളെ അപ്പുറത്തിരുത്തിയിട്ട് കാറിൽ പോണത് അപ്പൊ നമ്മൾ എന്താ കരുതാന്നറിയാമോ, ഒരാളെ കൊന്നിട്ട് കൊണ്ടുപോകുന്ന പോലെ എന്നിട്ടാണ് ബ്ലഡ് മൊത്തം മുന്നിൽ കാണുന്നത്. ഇത് അടിപൊളിയായിരിക്കും. ശരിക്കും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സംഭവം തന്നെയാണ്. അത് നല്ല പക്കായിട്ട് കൂടി ചെയ്തിട്ട് തന്നെയുണ്ടല്ലോ. പിന്നെ ഒരു വേറിട്ട രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് മറ്റേ എന്താ പറയാ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാധനമൊന്നുമല്ല. ഒരു നോർമൽ സാധനമായിട്ട് ഇങ്ങനെ കാണിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഓരോ ഷോട്ടും അടിപൊളി. അതായത് ആള് നേരെ കയറുന്നത് വാമിക ഗബ്ബിയുടെ റൂമിലേക്കാണ് തോന്നിപ്പിച്ചിട്ട്, പിന്നെ ആള് തിരുമ്പോഴാണ് ഇത് സഞ്ജന എന്നുള്ള മനസ്സിലാവും. അതിനുശേഷം ആള് സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നോടുന്ന് ലോകേഷാണ് കത്തിക്കുന്നത്. മാറിപ്പോവും. ഷോട്ട് ഇങ്ങനെ മാറുന്നു. പിന്നെ ആള് പിന്നോട്ട് നിൽക്കുന്ന സംഭവമല്ലേ. ആദ്യം തുടക്കത്തില് സഞ്ജന ആ മൈക്കിനോട് ചേർന്ന് വന്ന് നിന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് പിന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ അനിരുദ്ധ എഴുതി കാണിക്കുന്നു. ഏത് മ്യൂസിക് എന്ന ആളാണല്ലോ. ഈ സാധനം അവതരിപ്പിച്ചേക്കുന്ന ഭയങ്കര രസമായിട്ടാ. പിന്നെ വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തോണ്ടല്ലോ കിടിലനായിട്ടുണ്ട്. ബ്ലഡി വാലന്റൈൻ എന്ന് പറഞ്ഞേ അതാ കഴുത്തറുത്തോണ്ട് നിൽക്കുന്ന സമയത്താണ് ആ സാധനം എഴുതി കാണിച്ചത്. ആ ഗംഭീരായിട്ടുണ്ട്. ആ സമയത്ത് ഇത് മൊത്തം ചോര ചീറ്റിട്ട് ബ്ലഡായി ഫുള്ള്. ചുമപ്പാണല്ലോ വാലന്റൈൻസ്. അല്ലെങ്കിലും പലരുടെയും ചോര ഊറ്റി പോകുന്ന ദിവസം എന്നാ വാലന്റൈൻസ് ഡേ. എല്ലാരും ശ്രദ്ധിക്കുക, ചോര ഊറ്റി നീരാവും. അത് അതിനുള്ള ഒരു സൂചന കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കുക എന്നുള്ളതാണ് അത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി പരിപാടിയാണ്. നല്ല അടിപൊളി ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ സിനിമ. ഒരുപാട്. അതായത് നമ്മൾ കുറേ സിനിമകൾ ഇങ്ങനത്തെ വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് മൂവീസ് ഒക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വരിക എന്ന് പറഞ്ഞാണല്ലോ, അത് ഈ പ്രണയവും ഇതെല്ലാം കൂടി വരുമ്പോഴേ അത് വേറെ വൈബായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കഥ പറയുന്നത്. യെസ്, എന്തായാലും ഗംഭീരാവട്ടെ, അടിപൊളിയാവട്ടെ. അരുൺ മതേശ്വരന്റെ സംവിധാനത്തിൽ ഞെട്ടിക്കട്ടെ. അതായത് ലോകേഷ് കൂലിയിലൂടെ ഏറ്റുവാങ്ങിയതൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചങ്ങ് തീർക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇത് ഹിറ്റായി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമ ആടേത് കാണും ചെയ്യാം. ഒരു കാര്യമാണ്, ബേസിൽ ജോസഫ് നിൽക്കരുത് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. സിനിമ ഡയറക്ഷൻ നിർത്തിയിട്ട് ഉള്ള അഭിനയത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പണിയാണ്. അല്ല, ആള് ഇതിനകത്ത് തന്നെ ചെയ്തിരിക്കുന്നത്, പെർഫോം ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടല്ലേ. ആളിതിന് മുൻപ് മറ്റേ മാസ്റ്ററിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ആയിട്ട് വരവില്ലേ, എന്താ ഓറ, അടിപൊളിയാ. സ്ക്രീൻ പ്രസൻസ് ഒക്കെ സൂപ്പറാണ്. ആളുടെ ഒരു ഹെയർ സ്റ്റൈലും ആ ലുക്കൊക്കെ അതിന് പറ്റിയതാണ്. അതുകൊണ്ട് സംഭവം പൊളിക്കും. അടിപൊളി ആവട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.